പേര്? ജയൻ. ഇവിടെയാണോ വീട്? ശ്രീവിരാജാണ് താമസം. സാധനം വാങ്ങാൻ വന്നതാണോ? ചാല മാർക്കറ്റിൽ നിന്നാണോ ഇപ്പൊ എന്തൊക്കെ? ഇതൊക്കെ മലക്കറി, ചിക്കൻ. ചിക്കനോ? അത് ശരി. മെയ് ദിനമായിട്ട് ആഘോഷിക്കുകയാണോ? ഓക്കെ. എത്ര കാലമായി ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന്? പണ്ട് തൊട്ടോ? ഓക്കെ. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് മെയ് ദിനമായിട്ട് ഞാൻ ചാല മാർക്കറ്റിലേക്ക് ഒന്ന് പോയതായിരുന്നു ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതാണ് നമ്മുടെ ലീലാമ്മ. ലീലാമ്മയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയാണ്, നമുക്ക് കേൾക്കാം. ചെളിയും വെള്ളവും നാറ്റവും സത്തേടുകളല്ലേ നമ്മളായതുകൊണ്ട് പോയിരുന്നു ജീവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നാറ്റം കൊണ്ടാണ് ഈ അസുഖം മാറാതെ കിടക്കുന്നത്. ഞാൻ മരിക്കുമ്പോഴേക്കും ഈ ചാലക്കട തന്നാവൂ. 70 വർഷമായില്ലേ? 70 വർഷമായില്ലേ? അതിന് ഭരണം മാറി 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 വരും. പക്ഷെ ഇന്ന് നമുക്ക് നാളെ നന്നാക്കും, ഇന്ന് നന്നാക്കും, നാളെ നന്നാക്കും, ഇരിക്കണം നല്ലതാക്കി തരും. പറയണതേ ഉള്ളൂ, അല്ല ഒന്നും ഒരു കാര്യത്തിലും ഇല്ല. ഫോണെടുത്തോളം പോട്ടെ. ഇനി എത്ര കാലം ഇരിക്കാൻ പോണ്? വയസ്സ് 70 ആയില്ലേ? എല്ലാവരും പറഞ്ഞു നീ ചാവിയെന്ന് നടന്ന് എന്തിനും ഉണ്ടാക്കണം. ഞാൻ കഥ എന്നോടാ പറയണത്, എൻ്റെ കുടുംബകാരിയോട് ഞാൻ പറയണത് അവരടുത്ത്. അങ്ങനെ കുറേ നേരം ലീലാമ്മയുടെ വിശേഷങ്ങളും വിഷമങ്ങളും എല്ലാം കേട്ടതിന് ശേഷം പിന്നീട് അവിടെ CITUവിൻ്റെയൊക്കെ പതാക ഉയർത്തുന്നുണ്ടായിരുന്നു. അവർ മെയ് ദിനമായ ആഘോഷം അല്ലെങ്കിൽ അത്തരം പരിപാടികളിലേക്കൊക്കെ ആയിരുന്നു കടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാടെടുത്ത് അവർ കൊടി ഉയർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വൽസ് ആണിത്. ആദ്യം കുറേ ജാഥ ഉണ്ടായിരുന്നു, അതിന് ശേഷം അതിൻ്റെ മറ്റൊരു സ്ഥലത്താണ് ഈ കൊടിയൊക്കെ ഉയർത്തുന്നത്. ഇത് മാർക്കറ്റിൽ തന്നെ മറ്റൊരു സൈഡാണ്. ഇത് നമ്മുടെ മാമ്പഴ കച്ചവടം നടത്തുന്ന ചേട്ടനാണ്. കുറേ വർഷങ്ങളായിട്ട് മാമ്പഴ കച്ചവടം നടത്തുന്ന ചേട്ടൻ. 50 കൊല്ലം. ഈ മാമ്പഴ കച്ചവടമൊക്കെ ചേട്ടനെയാണോ? മാമ്പഴ കച്ചവടമാണോ 50 വർഷമായിട്ട്? മലക്കറി കച്ചവടം ഉണ്ട്, എല്ലാ കച്ചവടം ഉണ്ട്, മാമ്പഴ കച്ചവടം ഉണ്ട്. അത് ശരി. വീട് എവിടെയാ? അപ്പോ ഇവിടെ കളികളെ പാറശാല അപ്പുറത്ത് കളികളെ. അവിടുന്ന് ഇവിടെ വരെ കച്ചവടത്തിന് വരും? ഡെയിലി പോയിട്ട് ഡെയിലി വരും. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? പോരാ, കൊള്ളാം, വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. മാമ്പഴമൊക്കെ എവിടുന്നാ വരുന്നേ? മാമ്പഴത്തെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ എവിടെയൊക്കെ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരും, കേരളത്തിൽ വരും. അപ്പൊ ഇത് കച്ചവടമൊക്കെ നന്നായിട്ടുണ്ടോ? കൊള്ളാം, വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പിന്നീട് മാർക്കറ്റിൽ തന്നെ മറ്റൊരു ചായപ്പീടികയിലേക്ക് അടിയാൻ പോയത്. ഈ ചേട്ടൻ തമിഴ്നാട്ടുകാരനാണ്. ഞാൻ ചേട്ടനോട് കുറേ നേരം സംസാരിച്ച് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് തൊട്ടേ ഉണ്ടോ കട? പണ്ട് തൊട്ടേ ഉണ്ടോ ചായ? എത്ര വർഷമായി? 25-26 വർഷമായി. അന്ന് തൊട്ട് ചായ കച്ചവടം തന്നെ. എങ്ങനെയുണ്ട് ചാല? എങ്ങനെയുണ്ട് മാർക്കറ്റ്? മാർക്കറ്റിൽ ഇപ്പം കുറവാണ്, കച്ചവടം കുറവാണ്. പണ്ടത്തേനെക്കാട്ടി കുറവാണ്. അന്നൊക്കെ എത്ര ആൾക്കാർ വരുന്നു? അന്ന് ഈ കോർപ്പറേറ്റ് ഒന്നും ഇല്ല. ഈ പോത്തീസും രാമേന്ദ്രയും ഈ കടകൾ ഒന്നുമില്ല. അവരുടെ തുണിക്കട ആണെങ്കിൽ തുണിക്കട മാത്രമേ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്നതിന് ശേഷമാണ് മാർക്കറ്റിലുള്ള കച്ചവടക്കാർ, ചില്ലറ കച്ചവടങ്ങൾ ഇല്ലാതായത്. പൊതുവെ ഇപ്പോൾ ഇവിടെ തന്നെയല്ല, മാർക്കറ്റ് തന്നെയല്ല, പൊതുവെ ചില്ലറ കച്ചവടക്കാർക്ക് ഓരോരുത്തർക്കും ചില്ലറ കച്ചവടമായി. തമിഴ്നാട് തിരുനെൽവേലി. തമിഴ്നാട് തിരുനെൽവേലിയിൽ 30 വർഷമായിട്ട് ചാല മാർക്കറ്റ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളെയാണ്. ഏറ്റവും പ്രായമുള്ള ഒരു ചുമട്ട് തൊഴിലാളിയാണ് ചാല മാർക്കറ്റിലേത്. നല്ല രസമാണ് സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്ക് ചേട്ടൻ്റെ സംസാരം. ഇവരൊക്കെ പറഞ്ഞ് 97 വയസ്സായി. എത്ര വർഷമായി ഇവിടെ? എത്ര വർഷമായി? 56 വർഷമായി.
കുഴപ്പമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എന്തുവാ കഴിക്കുന്നേ? രണ്ട് പൊറോട്ട ഹാഫ് ചിക്കൻ ഫ്രൈ. പല്ലൊന്നും ഇല്ലല്ലോ. പല്ലില്ലെങ്കിൽ കുഴപ്പമില്ല, പല്ലില്ലേലും കുഴപ്പമില്ല, ചിക്കനൊക്കെ കോട്ടൺ ചിക്കൻ ബീഫ് എല്ലാം കിട്ടും. അതാണോ ഈ ആരോഗ്യ രഹസ്യം? വേറെ അനാവശ്യ ചെലവുകളൊന്നുമില്ല. വീഡിയോയിൽ പോലും പരിപാടി വെറും ചായ പോലും കുടിക്കും. പഞ്ചാര രാവിലെ പഞ്ചാരയാണ്. മക്കൾ ഒരാൾ ഗൾഫിലും ഒരാൾ ഡ്രൈവറും. 77 വയസ്സിന്റെ ആരോഗ്യ രഹസ്യം പ്രോട്ടീൻ ചിക്കൻ ഫ്രൈ. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമോ? ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമോ? ആതിര. എന്താ What is your work on here? Okay. 50 വർഷം, 56 വർഷം. നമ്മളൊന്നും എടുത്തില്ലെങ്കിൽ മാമന്റെ വീഡിയോ വന്നു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പൂക്കട ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ 2 സൈഡിലും നിറയെ പൂക്കളായിരിക്കും. അതും വ്യത്യസ്ത രീതിയിലുള്ള റോസാപ്പൂക്കളുണ്ട്, അതുപോലെ ജമന്തി, തെച്ചി, ചെത്തി, അങ്ങനെ എല്ലാ പൂക്കളും നമുക്കിവിടെ കാണാൻ പറ്റും. അത് വ്യത്യസ്തമായിട്ട് ഇനി ബൊക്ക വേണ്ടവർക്ക് ബൊക്കയായിട്ട് കൊടുക്കും. ഇനി നിറയെ പേര് അമ്പലങ്ങളിലേക്കൊക്കെ മാലയായിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവേ ഞാൻ ഈ വെളുപ്പാങ്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോഴും പൂക്കൾ വരികയായിരുന്നു. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടിട്ട് അതുപോലെ തന്നെ അവർ മറ്റൊരു സ്ഥലത്ത് CITUവിൻ്റെ ഒക്കെ പതാക ഉയർത്തുകയും ഈ ദിനത്തിൻ്റെ ആഘോഷമാണ്, തൊഴിലാളികളുടെ ദിനമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജാഥ ഉണ്ടായിരുന്നു, റാലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിനുശേഷം ഞാൻ ചാലയിലെ മീൻ മാർക്കറ്റിലേക്കാണ് പോയത്. മീൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് നല്ല പ്രായം ചെന്നിട്ടുണ്ടായിരുന്ന കച്ചവടക്കാരാണുള്ളത്. ഇതിൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പൂന്തുറ കടപ്പുറത്തുനിന്ന് മീൻ എടുത്തിട്ട് വരുന്ന ആൾക്കാരാണ്. അവിടുന്ന് വെളുപ്പിനെ പോയി മീൻ എടുത്തിട്ട് വന്ന് ഇവിടെ കച്ചവടം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. ഇതിൽ എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം നല്ല പ്രായമുണ്ട്. കുറേ വർഷങ്ങളായിട്ടൊക്കെ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരൊക്കെ 3 വർഷമൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അത്ര വലിയ ഇതൊന്നും അറിഞ്ഞു. ഓക്കെ, 50 വർഷം, 56 വർഷം ഇവിടെ ജോലി ചെയ്യാനുണ്ട്. നമ്മളൊന്നും എടുത്തില്ലെങ്കിൽ മാമന്റെ വീഡിയോ വന്നു. ഓക്കെ, വന്നിരിക്കും. യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് യാത്രകളും ഒരുപാട് അനുഭവങ്ങളും കണ്ടെത്തലുകളുമായൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.